എന്റെ അമ്മേ. നീ എന്താണ് വിചാരിച്ചത്? നിന്റെ കോരപ്പനെ കാണിച്ച് അങ്ങ് വരണ്ടു വന്നോ? എന്റെ പട്ടി പഠിക്കും. കൊച്ചിരിക്കുന്നു ഞാൻ നോക്കില്ല. നെറുകം ഞാനൊന്ന് വെച്ച് തരുവേ. ആഹാ, ഇതിനെതിരെ ഞാൻ ശക്തമായിട്ട് ആഞ്ഞടിക്കൂടി. ആഞ്ഞടിക്കും. വെറു പേടിപ്പിക്ക പന്നി. എന്താ കണ്ടൂടെ? നീ ഇതെവിടെ പോടി? പാലായിക്ക്, എന്റെ വീട്ടിലേക്ക്. പഠിച്ച IAS കിട്ടിയിട്ട് ഇങ്ങനെ വിളിക്കും. നീ തന്നെ കാണിക്കുന്നത്? എനിക്ക് മതിയായി. ചെറുക്കനെ കൂടെ കൊണ്ടുപോടി. സൗകര്യമില്ല. വീട്ടിൽ നിന്ന് വന്നപ്പോ ഞാൻ ഇതിനെ കൊണ്ടല്ലോ വന്നത്. എടാ മാതപ്പ, മമ്മിയുടെ ഒപ്പം പോയി കാറ് കയറാ. അങ്ങനെ അപ്പൊ ഒറ്റയ്ക്ക് വിലസണ്ട കേട്ടാ. ഇവനെയൊക്കെ ഏത് നേരത്താണോ? അത് അന്നേരം ആലോചിക്കണം. ചേട്ടനെന്താ ആകെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ? മോളെ, വിവാഹ ജീവിതത്തിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം എപ്പോഴും ഓർക്കണം. ഭർത്താവിന്റെ സന്തോഷം അതായിരിക്കണം മോക്കടെ സന്തോഷം. ഓക്കേ? അതെ, ഞാൻ ഇറങ്ങിട്ടോ. നല്ലൊരു പണി കൂടി കൊടുത്തിട്ടുണ്ട്. മാത്തനെ വീട്ടിൽ തന്നെ നിർത്തി. ഇനി കോളേജിൽ പോകുന്നൊന്ന് കാണണമല്ലോ. മുന്നേ ഞാനിവിടെ പൂട്ടിയിട്ടുണ്ട്. വീടും കുടുംബവും ഇല്ലാത്ത ബാക്കി രണ്ടുപേരുണ്ടല്ലോ. ഇനി അവര് പോട്ടെ കോളേജില്. ഇതുപോലെ ഞാൻ നിന്നോട് വേറൊന്നിനും കെഞ്ചിയിട്ടില്ല. 2 ക്ലാസ് മിസ് ചെയ്താൽ മതി. പാച്ചപ്പ് ചെയ്യാൻ വലിയ പാടാ. നിനക്കറിയോ, ഞങ്ങള് 4 പേരും തമ്മില് ഒരു മത്സരം പോലുണ്ട് ഫസ്റ്റ് റാങ്കിന് വേണ്ടി. നീ ഒന്ന് സഹകരിച്ച ഫസ്റ്റ് റാങ്ക് നിന്റെ ഇക്കാക്കൊക്കെ തന്നെയാ. പൊയ്ക്കോട്ടടി പ്ലീസ്. ഓ താങ്ക് യു മുത്തേ. മുന്നേ ഇവിടുന്ന് ഇറങ്ങിയ ഞാൻ അപ്പ ഷട്ടർ ഇടും. പെട്ടല്ലോ പടച്ചോനെ. ഇത് എവിടെ പോയി കിടക്കടാ? മണി 11 കഴിഞ്ഞില്ലേ? എടാ പാത്തുമ്മ എന്നെ പൂട്ടിയിരിക്കുക. ഒരു പഴുത് കിട്ടിയ ഞാൻ ചാടും. പാത്തുമ്പോനെ പൂട്ടിയിട്ടിരിക്കുകയെന്ന്. പൂട്ടും. അതല്ല ഞാൻ കല്യാണം കഴിക്കാത്തത്. എന്തോ പണ്ടാറടങ്ങാൻ എന്ത് ചെയ്യാനറിയാം? പോണ വെക്കലുള്ള ബൈക്കിന്റെ വാൽറ്റ്യൂബ് കൊണ്ടുപോയി. ബസ്സില മഹാത്മാ കോളേജ് ഒരു ഫുൾ കോളേജിലാ? നീയാ? ഫുൾ ടിക്കറ്റ് അവനാ. കൺസെഷൻ എനിക്കും. സ്റ്റുഡന്റ് ഞാനാ. കാണിച്ചു കൊടുക്കു പപ്പ. എന്ത്? ഐഡന്റിറ്റി കാർഡ്. ഓ അത് ശരി. സമാധാനായല്ലോ. കാർഡ് കോപ്പ കഴിഞ്ഞിട്ടെ. കാശറോ? അതെ, ഈ മുതക്കന് കൺസെഷൻ കൊടുക്കണമെന്ന്. സ്റ്റുഡന്റ് ആണെന്ന്. കരിപ്പുണ്ടാക്കല്ലേ? സ്റ്റുഡന്റ് ആണെങ്കിൽ ഞാൻ കൺസെഷൻ വാങ്ങിയിരിക്കും. മേടിക്കും നാട്ടുകാരുടെ കയ്യിൽ നിന്ന്. മറ്റുള്ളവരെ മെനക്കെടുത്താതെ കാശ് കൊടുക്കണോ? താനൊരു ആർത്തിയോ? ഒന്ന് പോടാവേ. ഇറങ്ങണ വണ്ടി നിർത്തോ. തനിക്കൊക്കെ എന്തെങ്കിലും കുത്തിക്കഴപ്പോ? ഒരു കൺസെഷൻ ചോദിക്കാൻ പാടില്ലേ? അയ്യോ എന്റെ പോലെ ഇവിടെ നീയൊക്കെ വരുമല്ലോ കോളേജിൽ പോയി കൂടെ. അപ്പൊ കാണാടാ. താങ്ക് യുടാ. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. തൽക്കാലം നീ മമ്മിയോട് പറയണ്ട. നമുക്ക് ഐസ്ക്രീം കേട്ടാം. ചേട്ടാ 2 ഐസ്ക്രീം. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. ദേ വരുന്നുണ്ട്. വലിയ ചൊറിച്ചിലായിരുന്നു. ഒരു പിഞ്ച് കുഞ്ഞ് ST ചോദിച്ചാൽ നിനക്ക് കൊടുക്കാൻ പറ്റില്ല. കണ്ടാ തോന്നല്ലേ അണ്ണാ പഠിക്കാൻ പോവാണെന്ന്.
പറഞ്ഞപ്പോ എനിക്ക് തമാശയായിട്ടാണ് തോന്നിയത്. തമാശ പഠിക്കാൻ പോടാ, അതും ഈ പ്രായത്തില്. സാറേ പറ്റിപ്പോയി. ട്രിപ്പ് മുടക്കരുത്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? താൻ ഇറക്കി വിട്ടിരുന്ന ഓട്ടോ വിളിച്ചു വന്ന് അതിന്റെ കാശ് കിട്ടണം 15 രൂപ. എന്തിനാണ് 15 ആക്കണത്? 20 രൂപ. ഐസ്ക്രീമിന്റെ കാശ് പിന്നെ നിന്റെ അപ്പാപ്പ തരൂ. എല്ലാം കൂടെ ചേർത്ത് 70 രൂപ. അതവിടെ വെക്കേ. ഇത് നിനക്കൊരു പാഠമായിരിക്കണം. പോണ വഴിക്ക് എവിടെയെങ്കിലും ഇറങ്ങി നീ ഇതിന് മണി ഓർഡർ ആയിട്ട് അയച്ചു കൊടുത്തോളാം. അഡ്രസ് കൊടുക്കടാ. ഫിലിപ്പ് ഇടുക്കുള, മഹാത്മാ കോളേജ് എറണാകുളം. ഫിലിപ്പ് ഡ്രാക്കുള. ഇടുക്കുള. 2 ദിവസം മണി ഓർഡർ കിട്ടിയില്ലെങ്കിൽ നിന്റെ 2 ട്രിപ്പ് ഞങ്ങൾ മുടക്കും. അയ്യോ പാത്തുമ്മ വിത്ത് താക്കോല്. എന്താണ് അവള് കട പൂട്ടി ഷട്ടർ ഇട്ടളിയാ. കടയുടെ ഷട്ടർ ഇട്ട സ്ഥിതിക്ക് അവൾ എന്തായാലും ഇനി നിന്റെ മുമ്പിൽ വീടിന്റെ ഷട്ടർ ഇടുന്നുള്ള കാര്യം ഉറപ്പാ. അതേ ഇവന്റെ പെമ്പറന്നൂരാണെങ്കിൽ പാലായിക്കും പോയി. ഇനി എന്താടാ ഹോസ്റ്റലിൽ കയറാൻ പ്രശ്നം? ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടോളിയാ. അതിനല്ലേ ഉണ്ണിത്താൻ സാറ്. അപ്പൊ മാത്തപ്പൻ എന്ത് ചെയ്യും? ഈ ട്രോഫി ഇപ്പൊ തന്നെ ടാക്സി വിളിച്ച് പാലേക്ക് അയക്കാൻ പോവല്ലേ? അപ്പാപ്പന്റെ കൂടെ ചെറുക്കൻ ചീത്തയാവായിരുന്നാ മതി. പാപ്പൻ ചീത്താവാതിരുന്നാ മതി. വല്ലോം പറഞ്ഞായിരുന്നോ? ഇവന്മാരുടെ വീട് കൂടിയൊക്കെ സുനാമി അടിച്ചു പോയ ഭ്രാന്ത് പിടിച്ചപ്പോ വീട്ടുകാർ പിടിച്ച് പുറത്താക്കിണ്ടവിടെ. ഇങ്ങോട്ട് വന്നേ. പെട്ടിയും കിടക്കൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അലമ്പാക്കുമാര്. ബാ മക്കളെ, നമ്മുടെ പണി തുടങ്ങാം. ഇത് കണ്ട അവന്റെ അമ്മൂമ്മയുടെ പേരെടുത്ത കട്ടില്ല അത്. വാടാ മക്കളെ. വാടാ പിള്ളേരെ. വാടാ മക്കളെ. അമ്മേ, ദേ തേനീച്ച കൂടി ഇളകി വരുന്നുണ്ട്. ഞാനും പൂരം കാണാ ഞാനും പൂരം കാണാ. പൂരം എനിക്കൊന്ന് കാണണ കാണാ. പൂരത്തിന് എനിക്കൊന്ന് പൂരം കാണാ. ഞാനും പൂരം കാണാ. ഞാനും പൂരം കാണാ. ഞാനും എന്താടാ മണി 12 അതിന് വളരുന്ന പിള്ളേർക്ക് പോയി കിടന്ന് ഓർക്കണ്ടേ? എല്ലാരും പോയി കിടന്ന് രാവിലെ എല്ലാരും നേരത്തെ അടിച്ചോളാം. ഡ്രില്ലുള്ളതാ. എന്താടാ മസിൽ വേണ്ട എനിക്ക്? ഗുഡ് നൈറ്റ്. ഓ പെട്ടെന്ന് പോടാ. എവിടെയാടാ? നിന്റെ അച്ഛനാണോ പറയുന്നത്? തുറക്കടാ. തുറക്കടാ. തെണ്ടികളെല്ലാം ചളവാക്കുന്നു തോന്നേ. തുറക്കടാ പുല്ലേ. തുറന്നില്ല ഞങ്ങൾ ചവിട്ടി പൊളിക്കും. നീ ചവിട്ട് വാങ്ങിക്കുകയും ചെയ്യും. ഞാനോ? അല്ല അവന്മാര്. എന്താ ഉറങ്ങാനും സമ്മതിക്കില്ലേ? മക്കൾ ഉറങ്ങാൻ വരട്ടെ. ആദ്യം നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എനിക്ക് ഉറങ്ങണം. നാളെ സംസാരിക്കാം. എന്ത് പണ്ടാരാ ഇത്? ഹോസ്റ്റലിൽ സൗകര്യം തരില്ലേ? അവനുറങ്ങണം. അപ്പൊ മക്കൾ ഇവിടെ ക്യൂ നിൽക്കായിരുന്ന. ആരടാ അവള്? എന്റെ ഭാഗ്യം എല്ലാരും ഒക്കെയാ. ഫീസ് കൊണ്ടുതരാൻ വന്നതാ. എത്രയാ അക്കാ ഫീസ്? നിന്റെ ഫീസൊക്കെ ഞങ്ങൾ അടയ്ക്കൂല. അക്കനെ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യം അത് ഈ നേരത്ത്. പേരെന്നാ? വത്സല. വീടോ? വടുതല. അയ്യോ വടുതല വത്സല. ഓ നിങ്ങളപ്പോ നേരത്തെ പരിചയക്കാരാണല്ലേ? എന്താടാ കോളേജ് ഹോസ്റ്റലോ അതോ ജാനകി വിലാസം ലോഡ്ജോ? എന്നാടാ നീ ഞങ്ങളെ പറ്റി വിചാരിച്ചത്? ഞങ്ങളൊക്കെ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ വന്ന പോക്കിത്തരം കാണിച്ചാട്ടല്ലോ. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. എടുക്കടാ എടുക്കടാ. നിങ്ങളുടെ 3 വീട്ടിലെ ഫോൺ നമ്പർ അറിയിച്ചിട്ട് തന്നെ കാര്യം. അയ്യോ ചേട്ടാ ചതിക്കരുത്. ഒരു അബദ്ധം പറ്റിയതാ. ഇനി ആവർത്തിക്കില്ല. ഉറപ്പാനോടാ? സത്യം. അക്കന്റെ തലത്തോട്ട് സത്യം ചെയ്യും. സത്യം. കയ്യറാ. നടക്കടി.
നടക്കേ നടക്ക. പിന്നെ എത്രയും പെട്ടെന്ന് വടുതിലേക്ക് കൊണ്ടാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് കണ്ണടയ്ക്കാൻ. ഏയ്, പോടാ അവിടുന്ന്. മാറിക്കാൻ. പോയി ഉള്ളിൽ കിടന്ന് ഉറങ്ങടാ. വൃത്തികെട്ട ഒരു ബാച്ച് കടടയ്ക്കാൻ. അവിടെ നിന്നാ മതി. ഡാ, കൊണ്ടുപോ. ഗുഡ് ഈവനിങ്. എന്താടാ 4 പേരും കൂടെ സ്കൗട്ടിന് പോണ പിന്നെന്താ നിരന്ന് നിൽക്കുന്ന ഉറക്കം വരുന്നില്ലേ? എന്നാ പോയി കിടന്ന് ഉറങ്ങ. റിവേഴ്സേ പോവുള്ളല്ലേ? അത് ശരി. വൃത്തികെട്ടവന്മാർ എന്താടാ ഇത്? വന്ന് കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയടാ. അല്ല അത് ഈ മുറിയിൽ 4 പേരും കൂടെ അതും ഈ പെണ്ണുമായിട്ട് നാണമില്ലടാ നിനക്കൊക്കെ. എടാ നിന്റെയൊക്കെ ഭാര്യ മക്കളും അറിഞ്ഞ എന്തായിരിക്കും? അതുപോലെ എടാ ഇവിടെ പുറത്തുള്ള നാട്ടുകാരെ അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? പെണ്ണുങ്ങളെ കാണാത്ത പോലെ പോയി കിടന്ന് ഉറങ്ങണ്ട. ഇറങ്ങി പോടി കുതിര പുറത്ത്. എടാ പന്നിയെടാ. പോടാ പോടാ. ഹോസ്റ്റലിന്റെ പേര് കളയാനായിട്ട് ഓരോരുത്തന്മാര് ഇറങ്ങി തിരിച്ചോളും. നിക്ക, ഇന്നിപ്പോ രാത്രി യാത്ര വേണ്ട. പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ നമുക്ക് ഇവിടെ കിടക്കാം. പേടിക്കണ്ട, കൂട്ടിന് ഞാനും ഉണ്ടാവും. അവന്മാരെ പോലെ വഴിയിൽ നിന്നിട്ട് പോവില്ല, ലാസ്റ്റ് വരെയും കാണും. വാ, വെളിച്ചത്തുനിന്ന് മാറിയേക്കാം. 16 കഴിഞ്ഞല്ലോ അല്ലേ? നടക്ക്, ലൈറ്റ് എനിക്ക് അലർജിയാ. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ? ഐ ലവ് യു. ഐ 3 ലവ് യു. സമയം കളയാതെ ഇതിനകത്തോട്ട് കയറി. അയ്യോ ഇതിനകത്തോ? കല്യാണം കഴിക്കാനൊന്നും അല്ലല്ലോ, നീ ഉള്ള സ്ഥലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യപ്പി. ഹോസ്റ്റൽ ഡേക്ക് സെറ്റ് ഇട്ടത് നന്നായി. പേടിക്കണ്ട, ഇത് കൊതുക് വലയാ. എന്റെ തങ്കപ്പട്ടി അല്ല തങ്കക്കുട്ടി. സ്വിച്ചിന്റെ പുറത്താ നീ കയറിയിരുന്നത്. ആൾക്കാർ കൂടി ഞാൻ സ്വന്തം സഹോദരനാണെന്ന് പറ. അത് ശരി, നീയൊക്കെ ആള് വിളിച്ചു കൂട്ടി. കൊതിക്കറുപാടി. ഞാൻ പോണേ സഹോദരനാ. കോട്ടയ പെങ്ങളെ.